ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങി. പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉണ്ടാകും. ഇതര ശിവക്ഷേത്രങ്ങളിലും ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 116 ബലിത്തറകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തവണ ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി 1500 പോലീസ് ഉദ്യോഗസ്ഥരെ മണപ്പുറത്തും ക്ഷേത്ര പരിസരത്തുമായി വിന്യസിക്കും. സ്കൂബ ടീം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, ആംബുലൻസ് സേവനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ഞായറാഴ്ച ആയതിനാൽ പതിവിലും കൂടുതൽ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ആലുവയ്ക്ക് പുറമെ മറ്റു ശിവക്ഷേത്രങ്ങളിലും ആഘോഷം നടക്കും. കോണത്തുകുന്ന് കൊടക്കാമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിൽ വൈകിട്ട് 7 മുതൽ നൃത്തങ്ങൾ, ഭക്തിഗാനസുധ, തിരുവാതിരക്കളി, രാത്രി 12-ന് ശിവരാത്രി പൂജ എന്നിവ നടക്കും. മനക്കലപ്പടി പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ 1001 കുടം ജലധാര, തുടർന്ന് അഖണ്ഡ നാമജപം എന്നിവ നടന്നു. കൽപ്പറമ്പ് വെങ്ങാട്ടുപിള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾക്ക് പുറമെ രാത്രി 12-ന് മഹാശിവരാത്രി പൂജ എന്നിവയാണ് നടക്കുക. നെല്ലായി വയലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 3 മണിക്ക് നട തുറക്കൽ, 4 മണിക്ക് അഷ്ടപതി, 6 മണിക്ക് സോപാന സംഗീതം, 6:15-ന് കാലത്തെ പൂജ, 9 മണിക്ക് ശ്രീഭൂതബലി, ശീവേലി, പഞ്ചാരിമേളം എന്നിവ അരങ്ങേറി. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദോട്ടും ഉണ്ടായിരുന്നു. വൈകിട്ട് 3 മണിക്ക് ചാക്യാർകൂത്ത്, വൈകിട്ട് 5 മണിക്ക് ഭക്തിഗാനമേള എന്നിവയും ഉണ്ടാകും. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.